നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടെത്തിയെന്നുള്ള പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടാണ്. അതെ, അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം തന്നെ പരാമർശിക്കുന്നുണ്ട്. ഇന്നലെ മുതലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അടുത്ത തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പരാമർശങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഇനി നമുക്ക് നോക്കാം. വളരെ വിവാദമായ ഒരു കേസിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു തെളിവുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വാർത്തയാണ്. അതെ, ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നെന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നു. ഇപ്പം ADM നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് ഇപ്പോൾ കേസ് അന്വേഷണം കൃത്യമായിട്ടല്ല നടക്കുന്നെന്നുള്ള കുറേ പരാമർശങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്വന്തം ഭാര്യ തന്നെ ഇത് കുറച്ചും കൂടെ നല്ല രീതിക്ക് കേസ് അന്വേഷണം നടക്കണം എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു അന്വേഷണം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നെന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നത്. നവീനിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാകുമെന്ന് കുടുംബം വിശ്വസിക്കുന്നത് ആകുമെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. അപ്പോൾ അവർക്ക് പരാമർശങ്ങളുണ്ടായിരുന്നു നേരത്തെ തൊട്ടേ ഇത് കൊന്നതാണ് എന്നുള്ളൊരു രീതിക്ക്. അപ്പം അതിനെ ഈ അധികാരങ്ങൾ ഉള്ളവർ അതിനെ ആ ഒരു കേസിനെ അട്ടിമറിക്കാൻ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയുടേതായിരിക്കാം ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലോരോ പരാമർശങ്ങൾ വരുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഒക്ടോബർ 15 രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് സംഭവത്തിൽ വഴിത്തിരിവാകുന്ന പരാമർശം. എന്നാൽ FIR-ലും ഹൈക്കോടതിയിൽ ഹാജരാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇക്കാര്യമില്ല. ഇതിനെപ്പറ്റി FIR എന്തായാലും നമ്മളൊരു മരണം സംഭവിച്ച് ഫസ്റ്റ് ഇടുന്നൊരു സംഭവമല്ലേ, ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. അപ്പം അതിനകത്തൊന്നും FIR-ൽ ഈ ഒരു കാര്യം അതിൻ്റെ അകത്ത് പരാമർശിച്ചിട്ടില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അടിവസ്ത്രത്തിൽ ഒരു രക്തക്കറ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ട് അവർ മറച്ചു വെച്ചു എന്ന രീതിയിൽ. അതിലൊരു ദുരൂഹത. അതെ, അപ്പോൾ ചാരനിറത്തിലുള്ള അടിവസ്ത്രമാണ് നവീൻ ധരിച്ചിരുന്നത്. തുടകൾ, കണങ്കാലുകൾ, പാദങ്ങൾ എന്നിവ സാധാരണ നിലയിലാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ ബന്ധുക്കൾ സ്ഥലത്തില്ലാത്തതിനാൽ മൊഴി രേഖപ്പെടുത്തിയില്ല. രാവിലെ 10:15 തുടങ്ങി 11:45 ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെട്ട് ബന്ധുക്കൾ കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം അറിയുന്നത്. അപ്പോൾ ബന്ധുക്കൾ ഇത് സംഭവമൊന്നും ഇൻക്വസ്റ്റ് കഴിഞ്ഞതിനെ പറ്റിയൊന്നും അറിഞ്ഞില്ല. പിന്നീട് ഉള്ള ഒരു കോളിലാണ് ബന്ധുക്കൾ കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം അറിയുന്നത്. മൃതദേഹം പരിശോധന പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തുന്നതിൽ വിയോജിപ്പുണ്ടെന്നും കോഴിക്കോട്ടേക്ക് മാറ്റണമെന്നും ബന്ധുക്കൾ കമ്മീഷണറോട് ആവശ്യപ്പെട്ടു. കളക്ടർ അരുണിനെ വിളിച്ചപ്പോൾ ഒന്നും പേടിക്കാനില്ലെന്നും പോലീസ് സർജനാണ് നേതൃത്വം നൽകുന്നതെന്നും ബന്ധുക്കളോട് പറഞ്ഞത്. അപ്പം മൊത്തത്തിൽ ഒരു ദുരൂഹത ഇതിനകത്ത് കാണുന്നുണ്ട് അല്ലേ, ഒന്നും പേടിക്കാനില്ലെന്നൊക്കെ അവർ തന്നെ പറയുന്നു. എന്നാൽ ബന്ധുക്കളോട്ട് അറിഞ്ഞിട്ടില്ല ഇൻക്വസ്റ്റ് നടന്നതും. ബന്ധുക്കൾ ഇപ്പം ഫുള്ളായിട്ട് അവർ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു പരാമർശം എന്ന് വെച്ചാൽ ഇത് തീർച്ചയായിട്ടും ഒരു കൊലപാതകമാവാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിലാണ്. കൊലപാതകമാണെന്നുള്ള രീതിക്ക്. അപ്പം അതിന് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. ഇതിനൊരു എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ള രീതിക്ക് ബന്ധുക്കൾ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഓരോ രീതിക്ക് ഓരോ ദിവസം ഓരോ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബന്ധുക്കൾ ഉയർത്തുന്ന ന്യായമായ സംശയങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് ആ ബന്ധുക്കളുടെ സംശയങ്ങൾ എന്നുള്ളത്. രക്തസാന്നിധ്യം FIR-ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ പരാമർശിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ പറഞ്ഞു. പരാമർശിക്കാത്തതുണ്ടെന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ പറഞ്ഞു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് സർജന് പോലീസ് നൽകിയില്ല. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് സർജന് പോലീസ് നൽകിയില്ലെന്ന് സംശയമുണ്ട്. ആന്തരിക അവയവങ്ങൾക്ക് പരിക്കില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് അടിവസ്ത്രത്തിൽ രക്തക്കറ വരും? അതൊക്കെ തീർച്ചയായിട്ടും ഒരു സംശയത്തിന് ഇടയുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. കാരണം പെട്ടെന്ന് വന്നിട്ട് ഈ ഒന്നും കൂടി നമ്മൾ അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പഠിക്കുമ്പോൾ രക്തക്കറ ഉണ്ടെന്ന് കാണുക, അതെങ്കിൽ പിന്നെ FIR-ൽ പരാമർശിക്കാതിരിക്കുക, ആ ഒരു ഇൻക്വസ്റ്റ് പരിപാടിക്ക് ഇടയിൽ ബന്ധുക്കാരെ വിളിക്കാതിരിക്കുക, ഇങ്ങനെ ഓരോന്നൊക്കെ നടക്കുമ്പോൾ എന്തായാലും ആ ഒരു ബന്ധുക്കൾക്കായാലും അത് കേൾക്കുന്ന ന്യായമായ രീതിക്കുള്ള സംശയങ്ങൾ ഉയരും. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വായിച്ചു നോക്കിയില്ലേ? രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്, അതിനർത്ഥം ഒരു മുറിവ് ശരീരത്തിൽ എവിടെയോ ഉണ്ടായിട്ടുണ്ടെന്നാണെന്നും ബന്ധുക്കൾ പറഞ്ഞു. അതും ശരിയാണ്.
അതേസമയം തൂങ്ങിയ മരണം തന്നെയാണെന്നും രക്തം വരുന്നത് സ്വാഭാവികമാണെന്നുമാണ് പോലീസ് വാദം. നമുക്കറിയില്ല ഇതിനെപ്പറ്റി കൃത്യമായിട്ട് എന്താ പറയേണ്ടത്. പക്ഷെ ബന്ധുക്കളുടെ സംശയങ്ങൾ ന്യായമാണ്. കാര്യം അവർക്കാണ് ശരിക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു നഷ്ടബോധം ഒരു മനസ്സിലാക്കി പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. അവരിപ്പോൾ പോകുന്ന ഒരു അവസ്ഥ എല്ലാം ഭയങ്കര പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയായിരിക്കും. എങ്കിൽ പോലും നല്ലൊരു രീതിയിൽ തന്നെ ആ ഒരു കേസ് തെളിയിക്കാൻ കഴിയട്ടെ, എന്താണ് സത്യാവസ്ഥ എന്ന് പുറത്തു വരട്ടെ എന്ന് മാത്രം. അതെ, തൂങ്ങാൻ വെറും 0.5 സെൻറ്റിമീറ്റർ വ്യാസമുള്ള കയർ അത് മതിയോ എന്നുള്ള രീതിക്കാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് ചോദിച്ചേക്കുന്നത്. വെറും 0.5 സെൻറ്റിമീറ്റർ വ്യാസമുള്ള പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കെട്ടിയാണ് ആത്മഹത്യ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ എന്നും റിപ്പോർട്ടിൽ സൂചനയില്ല. അതേസമയം നവീൻ ബാബുവിൻ്റെ ശരീരത്തിൽ പരിക്കുകളില്ലെന്ന് പറയുന്നു. തലയോട്ടിക്കോ വാരിയെല്ലുകൾക്കോ ക്ഷതമില്ല. ഇത് ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗം ഇടത് ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണ്. പേശികൾ പ്രധാന രക്തക്കുഴലുകൾ, തരുണാസ്ഥി, കശേരുക്കൾ, സൂക്ഷ്മനാഡി എന്നിവയ്ക്കും പരിക്കില്ല. നാവ് കടിച്ചിരുന്നു. ശരീരം അഴുകിയതിന്റെ ലക്ഷണങ്ങളില്ല. നാവ് ഈ രണ്ടാമത്തേൽ പറയുന്നത് ഒരു തൂങ്ങി മരണത്തിന്റെ ചാൻസസ് അങ്ങനത്തെ കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ട് തൂങ്ങി മരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പരാമർശിച്ചിട്ടുള്ളത്. തൂങ്ങി മരിക്കാൻ നേരം നമ്മൾ നാവ് കടിക്കും. കാര്യം വെപ്രാളത്തിനിടയിൽ പൊട്ടിക്കാറൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശരീരം അഴുകിയതിന്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. ആന്തരിക അവയവങ്ങളൊക്കെ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ എന്നുമൊക്കെ റിപ്പോർട്ടിൽ സൂചനയില്ല. അപ്പോൾ മൊത്തത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിങ്ങനെ വലിച്ചു നീട്ടാതെ അതിന് കൃത്യമായ രീതിക്ക് ഒരു അന്വേഷണം നടക്കണമെന്നും ബന്ധുക്കളുടെ ആവശ്യം, ബന്ധുക്കളുടെ വിഷമം, സങ്കടം ഇത് പോലീസിന്റെ തീർക്കാൻ കഴിയട്ടെ എന്ന് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണമെന്നും ഒക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൃത്യമായ അന്വേഷണം നടക്കട്ടെ എന്ന്